ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതൊരു സങ്കടമായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇട്ടത്. എല്ലാവർക്കും സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ വേറൊരു വീഡിയോ കണ്ടു. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. അതുകൊണ്ടാണ് അതുകൂടി ഞാനൊരു ചെറിയൊരു വീഡിയോ ഒക്കെ ഇടാമെന്ന് വിചാരിച്ചത്. വേറൊന്നുമല്ല, നമ്മുടെ യൂട്യൂബറായിട്ടുള്ള കണ്ണൻ മോൻ്റെ മാല, ഒരു വയ്യാത്ത കുട്ടിയാണ്. അപ്പോൾ ആൾ ഹോസ്പിറ്റലിൽ കാണിക്കാനായിട്ട് പോയ സമയത്ത് ഹോസ്പിറ്റലിൽ വെച്ച് കുഞ്ഞിൻ്റെ മാല മോഷണം പോവുകയും അപ്പോൾ അവർ കേസ് കൊടുക്കുകയും ഏതറ്റം വരെ പോകുമെന്ന് പറയുകയും അങ്ങനെ അന്വേഷണമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നാണ് ഞാനൊരു വീഡിയോ കാണുന്നത് കേട്ടോ. കണ്ണൻ മോൻ്റെ മാല തിരിച്ച് കിട്ടി ഫ്രണ്ട്സ്. ഒരുപാട് സന്തോഷം. അപ്പോൾ വിഷു കൈനീട്ടം പോലെ അമ്പാടി കണ്ണൻ, സാക്ഷാൽ നമ്മുടെ ഉണ്ണിക്കണ്ണൻ, നമ്മുടെ കണ്ണൻ മോൻ്റെ മാല തിരിച്ച് എത്തിച്ചിരിക്കുകയാണ്. അപ്പോൾ അവർ കേസുമായിട്ട് തന്നെ മുന്നോട്ട് പോയി. ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ ഇത്രയും ദിവസം എടുത്തു കേട്ടോ. ഇത്രയും ദിവസമായിട്ട് കിട്ടാതിരിക്കുമായിരുന്നു. അപ്പോൾ കിട്ടുന്നില്ല, ആരാണെങ്കിലും തിരികെ കൊടുക്കണം എന്നൊക്കെ കമൻറ്റ് ബോക്സൊക്കെ അങ്ങ് നിറയുമായിരുന്നു. കാരണം അങ്ങനെ ഒരു ഇത് നമ്മൾ മോഷ്ടിച്ചുകൊണ്ട് ഒരു കാലത്ത് അവർക്കൊരു നല്ലത് ഉണ്ടാവാൻ പോകുന്നില്ല. ആരെയും പറ്റിച്ചും പിടിച്ച് പറിച്ചും പറ്റിച്ചും ഒരാളെ പറ്റിച്ച് നമ്മൾ സ്വന്തമാക്കുമ്പോൾ എല്ലാം നേടിയെന്നുള്ള ഒരു അഹങ്കാരത്തിൽ നമ്മൾ ചിരിക്കുന്നുണ്ടായിരിക്കും. അവനവൻ അർഹതപ്പെട്ടത് മാത്രം നമ്മൾ സ്വീകരിക്കാനായിട്ട് നിന്നാൽ മതി. അർഹതയില്ലാത്ത ഒരു സാധനവും സ്വീകരിക്കാൻ നിൽക്കേണ്ട. അത് നമുക്ക് അപമാനം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അതെപ്പോഴാണെങ്കിലും അർഹതയില്ലാത്ത സമ്മാനങ്ങളും സ്വീകരിക്കരുത്. അത് എപ്പോഴാണെങ്കിലും അർഹതയില്ലാത്തവർ തരുകയെന്നുണ്ടെങ്കിൽ അതവർ വിളിച്ചു പറയുകയും നമുക്ക് അപമാനം ഉണ്ടാക്കുകയും തരും. അതുകൊണ്ട് സ്വന്തമായിട്ട് അധ്വാനിച്ച് മുന്നോട്ട് പോവുക. ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയുന്ന പോലെ പോവുകയാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഈ പറ്റിച്ചുണ്ടാക്കുന്നതിനേക്കാളും 4 ഇരട്ടി കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു കേസിൽ അതുതന്നെ പറയാനുള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇവർ സ്വമേധയാ കൊണ്ടുപോയി കൊടുത്തതൊന്നും അല്ല കേട്ടോ തിരിച്ച്. അപ്പോൾ ഇത് കേസ് വഴി തന്നെ കണ്ടുപിടിച്ചാണ്. പോലീസുകാർ അവരുടെ വീട് കണ്ടുപിടിക്കുകയും അങ്ങനെ വീട്ടിൽ ചെല്ലുകയും ചെയ്തു. അപ്പോൾ നല്ല ദേഷ്യത്തിലാണ് ഈ അമ്മ പോയിട്ടുള്ളത്, കണ്ണമ്മൻ്റെ അമ്മ പോയിട്ടുള്ളത്. പക്ഷേ അവിടെ ചെന്ന് കണ്ടപ്പോൾ അവരുടെ ഒരു ചുറ്റുപാടും സാഹചര്യങ്ങളും ഒരു കുഞ്ഞിനെയൊക്കെ കണ്ടപ്പോഴത്തേക്കും അവരുടെ മനസ്സലിഞ്ഞു. അവരുടെ പേരും ഒന്നും റിവീൽ ചെയ്തിട്ടില്ല കേട്ടോ. ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല. അതങ്ങനെ തന്നെ ഇരിക്കുകയാണ്, രഹസ്യമായിട്ട് തന്നെ ഇരിക്കുകയാണ്. കാരണം അങ്ങനെ ഒരു കളങ്കം ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആരാണെന്നുള്ളതൊന്ന് പറഞ്ഞു വിട്ടാൽ ആ ഒരു കളങ്കം ഇവർക്ക് തേച്ചാലും വായിച്ചാലും പോകത്തില്ല ഒരിക്കലും. അതുകൊണ്ട് തന്നെ അവരെന്തായാലും ആ കുട്ടിയുടെ പേരൊന്നും പറഞ്ഞിട്ടില്ല. കരഞ്ഞ് കാല് പിടിച്ച് അപേക്ഷിച്ചെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? അവനവനെ കൊണ്ട് പറ്റുന്ന പോലെ ലോട്ടറി വിറ്റാണെങ്കിലും ജീവിക്കാമല്ലോ, സുഖമായിട്ട് ജീവിക്കാം. എന്തിനാണ് ഇത്രയ്ക്ക് വൃത്തികെട്ട പ്രവൃത്തി? അതൊരു വയ്യാത്ത കുഞ്ഞിൻ്റെ, വയ്യാത്തതല്ല ആരുടേതാണെങ്കിലും അങ്ങനെ മോഷ്ടിക്കേണ്ട കാര്യമില്ല. അത് നിങ്ങൾക്ക് ഉതകത്തില്ല. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമായി. വിഷുവിൻ്റെ അന്ന് തന്നെ ഉണ്ണിക്കണ്ണൻ സമ്മാനമായിട്ട് നമ്മുടെ വിഷുവിൻ്റെ അന്ന് തന്നെ ആ മാല നമ്മുടെ കണ്ണമ്മോന് തിരിച്ചു കൊടുത്തതുപോലെ തന്നെയാണ് വിശ്വസിക്കുന്നത്. കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫ്രണ്ട്സ്.